ഒരു ആൺകുട്ടി നോക്കണം എന്നുള്ള സംസ്കാരത്തെ കുറിച്ച് നേരത്തെ പറയുന്നത്. ആൺകുട്ടി നോക്കണം എന്നുള്ള രീതിയിലല്ല ഇപ്പൊ സംസ്കാരം. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അയാൾ നോക്കണം, അയാളാണ് ഈ അവിടെ നോക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടി ഈ നമ്മുടെ ഇപ്പൊ ഈ സംസ്കാരം വെച്ചിട്ട് ഞാൻ സമ്മതിച്ചു, ആൺകുട്ടികൾക്കാണ് ഈ കുടുംബം നോക്കാനുള്ള ഒരു പ്രയോറിറ്റി, അല്ലെങ്കിൽ അവർക്കാണ് അവിടെ ഒരു സ്ഥാനം വരുന്നത്. അത് ഞാൻ സമ്മതിച്ചു, അങ്ങനെ സംഭവം ഉണ്ട്. പക്ഷെ ഈ നമുക്ക് ആദ്യം ഒരെണ്ണം പൊളിച്ചെഴുതുമ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്, എന്തുകൊണ്ട് ഈ പറയുന്ന ആൺകുട്ടികൾക്കും ഒന്ന് ഡിസിഷൻ എടുത്തൂടെ? ഞാൻ എന്റെ വീട്ടുകാരെ നോക്കിക്കോളാം, ഞാൻ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. പക്ഷെ ഒരു പെൺകുട്ടി വേറൊരു സ്ഥലത്തുനിന്ന് വിട്ടു വരുന്ന പോലെ ആൺകുട്ടിയും ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു മൂവ് ഔട്ട് ചെയ്ത് നമുക്കൊരു ഫാമിലി. പറഞ്ഞ കാര്യം പെൺകുട്ടി വേണത് എനിക്ക് അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ കഴിയില്ല, എനിക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കേണ്ട കാര്യമുള്ളൂ, എനിക്ക് ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, ഈ പറയുന്ന പോലെ ജീവിക്കാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്, നിൽക്കാമെന്ന് പെൺകുട്ടിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാണ് ഈ പറയുന്ന ഒരു ആൺകുട്ടിയുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കാൻ? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉള്ളത്. ഈ ഒരു ചടങ്ങ് പ്രകാരം എന്താണ്, പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പോ ഇത്രയും സ്ത്രീധനമുണ്ട്, അത് എന്താ പറയാ, ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അവൻ കല്യാണം കഴിച്ചാൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം അവിടെ കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരോട് പോയി നിൽക്കുന്നത്. അല്ല, അത് ചടങ്ങാണല്ലോ. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ പെൺകുട്ടിയുടെ വിധി എന്താണ്, ഒരു ഏജ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞാൽ വേറെ വീട്ടിൽ പോകണം. എനിക്കൊരു ആൺകുട്ടി ആണെങ്കിൽ ആ ആൺകുട്ടി വേറൊരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് മാറ്റി ചിന്തിച്ചാൽ തന്നെ ഈ പകുതി പ്രശ്നം. അതെന്തുകൊണ്ട് പെൺകുട്ടികൾ പറയുന്നില്ല? പെൺകുട്ടികൾ പറഞ്ഞത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ശരി, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പേടിയായതുകൊണ്ട്